ഇനി ഈ പൂവൻ വാഴച്ചുണ്ട് അല്ലെങ്കിൽ വാഴക്കൂമ്പ് കയ്പില്ലാതെ എങ്ങനെ തോരൻ വെക്കാമെന്ന് നോക്കാം. ഇതിനെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. പൂവൻ വാഴച്ചുണ്ട് നല്ലതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കയ്പ് മാറ്റാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് കുറച്ച് പരലുപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളം ആകുമ്പോൾ എളുപ്പം ഇതിൻ്റെ ആ കറ അങ്ങ് ഇളവും. പോലെ ഞെരടി അങ്ങ് കഴുകാം. ചെന്നൈയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട, ഉപ്പിട്ട് പിഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കയ്പില്ലാത്ത പൂവൻ വാഴച്ചുണ്ട് തോരൻ റെഡി.